തിരുവോണ ദിവസം കഴിക്കാൻ വേണ്ടി പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പോൾ 2 ദിവസം മുന്നേ വാങ്ങിവെച്ച തണ്ണിമത്തങ്ങയാണ്. ഉത്രാട ദിവസം രാവിലെ നോക്കിയപ്പോൾ തണ്ണിമത്തങ്ങ വെച്ച ഭാഗത്ത് നിറയെ പത വന്നു നിൽക്കുന്നു. തണ്ണിമത്തങ്ങ തിരിച്ചു നോക്കിയപ്പോൾ ഹോളൊന്നും കാണുന്നുമില്ല. ജസ്റ്റ് ഒരു തുണി കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം നോക്കിയപ്പോൾ ചെറിയ ഒരു സൂചിക്കുത്തു പോലുള്ള ഭാഗത്ത് നിന്നും ഇങ്ങനെ പത വന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്പ്രൈറ്റൊക്കെ പൊട്ടിക്കുമ്പോഴുള്ള അതേപോലുള്ള പതയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് സംഭവമെന്ന് മനസ്സിലായതുമില്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് ചീത്തയായോ എന്ന് വിചാരിച്ച് ഒന്ന് മുറിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ തണ്ണിമത്തങ്ങ ഫസ്റ്റ് ഒന്ന് മുറിച്ചപ്പോൾ തന്നെ ഒരു സോഡയൊക്കെ പൊട്ടിക്കുമ്പോഴുള്ള അതേ സൗണ്ടാണ് ഫീൽ ചെയ്തത്. ഇങ്ങനെ രണ്ടാക്കി മുറിച്ച് നോക്കുമ്പോൾ അത് ചീത്തയായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുമില്ല. നല്ല ഫ്രഷ് തണ്ണിമത്തങ്ങ പോലെയുണ്ട്. പക്ഷേ ചെറിയ ഒരു സ്മെല്ല്, ഒരു ബാഡ് സ്മെല്ല് അനുഭവപ്പെടുന്നുമുണ്ട്. ഇങ്ങനെ നോക്കിയപ്പോൾ ഞാനൊരു സംശയം തോന്നി. വീണ്ടും അത് ഒന്നുകൂടി മുറിച്ചു നോക്കി. ആ ഒരു കഷ്ണം വീണ്ടും മുറിച്ച് നോക്കിയപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഉൾഭാഗത്തെ അവസ്ഥ. പുറമേ നോക്കിയാൽ തണ്ണിമത്തങ്ങയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ കുറച്ച് ഭാഗം ചീഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ഒരു ബാഡ് സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. വല്ല ചെടിക്ക് വളമാക്കാമെന്നുള്ള രീതിയിൽ അത് ഞാൻ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു. കളറിന് വേണ്ടിയോ മധുരത്തിന് വേണ്ടിയോ എന്തെങ്കിലും ഇഞ്ചെക്റ്റ് ചെയ്തതാവാനാണ് സാധ്യത. അതുകൊണ്ടാണ് ചെറിയൊരു സൂചിക്കുത്ത് മാത്രം തോന്നുന്നത്. രണ്ടാമത്തെ കഷ്ണം മുറിച്ചപ്പോൾ ഇതുപോലെ പത വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പൈസ പോയത് മാത്രം മിച്ചം.